സർക്കാർ ജീവനക്കാർക്ക് അഷ്വർഡ് പെൻഷൻ പദ്ധതി നടപ്പാക്കാനുള്ള നടപടി സ്വീകരിച്ച് സംസ്ഥാന സർക്കാർ. പങ്കാളിത്ത പെൻഷന് പകരം അഷ്വർഡ് പെൻഷൻ നൽകുമെന്ന് ധനമന്ത്രി. സർക്കാരിന് ഈ കാര്യത്തിൽ നിഷേധ സമീപനമില്ലെന്നും കെ എൻ ബാലഗോപാൽ പറഞ്ഞു. സർക്കാർ ജീവനക്കാർക്ക് അഷ്വർഡ് പെൻഷൻ പദ്ധതി നടപ്പിലാക്കാനുള്ള നടപടി സ്വീകരിച്ചിരിക്കുകയാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ. പങ്കാളിത്ത പെൻഷന് പകരം അഷ്വർഡ് പെൻഷൻ പദ്ധതി, അതാണ് ധനമന്ത്രി ഉറപ്പു നൽകുന്നത്. സർക്കാരിന് ഈ കാര്യത്തിൽ നിഷേധ സമീപനമില്ലെന്നാണ് കെ എൻ ബാലഗോപാൽ പറഞ്ഞത്. സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കും പഴയ പെൻഷൻ പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ നൽകുന്ന തമിഴ്നാട് അഷ്വർഡ് പെൻഷൻ സ്കീം എന്ന പേരിൽ പുതിയ പദ്ധതി നടപ്പിലാക്കാൻ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ഉത്തരവിട്ടിരുന്നു. ആ ഉത്തരവിനൊക്കെ പിന്നാലെയാണ് ഇപ്പോൾ കേരള സർക്കാരും ഈ തീരുമാനമെടുത്തത്. നാഷണൽ പെൻഷൻ സിസ്റ്റത്തിൽ അംഗത്വമെടുത്ത ജീവനക്കാർക്ക് വിരമിച്ച ശേഷം ഗ്യാരണ്ടീഡ് പെൻഷൻ ഉറപ്പുവരുത്തുന്ന അഷ്വർഡ് പേഔട്ട് ഓപ്ഷൻ പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി പരിഗണിക്കുന്നതായി റിപ്പോർട്ടുകളുമുണ്ടായിരുന്നു. വരിക്കാർക്ക് ആകർഷകവും ഫലപ്രദവുമായ വിരമിക്കൽ പദ്ധതിക്ക് രൂപം നൽകാനാണ് പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഒരുങ്ങുന്നത്. അതേസമയം കേരളത്തെ സാമ്പത്തികമായി ശ്വാസം മുട്ടിക്കുന്ന സമീപനമാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നത്. ഏകദേശം 2 ലക്ഷം കോടി രൂപയോളം കേന്ദ്രത്തിൽ നിന്ന് കേരളത്തിന് ഇനിയും ലഭിക്കാനുണ്ട്. ഇത് സംബന്ധിച്ച കേസ് സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ്. വെറും 25,000 കോടി രൂപ ലഭിച്ചാൽ തീരാവുന്ന പ്രശ്നമേ നിലവിൽ കേരളത്തിനുള്ളൂ. എന്നാൽ അർഹമായ തുക നൽകാതെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ സൃഷ്ടിച്ചിട്ടും ശമ്പളമോ ആനുകൂല്യങ്ങളോ നിർത്താൻ LDF സർക്കാർ തയ്യാറായിട്ടില്ല. വലിയ പരീക്ഷണങ്ങൾ നേരിട്ടിട്ടാണെങ്കിലും സർക്കാർ പദ്ധതികളുടെ കൃത്യമായി മുന്നോട്ട് പോവുകയാണെന്നാണ് മന്ത്രി കൂട്ടിച്ചേർത്തതും. സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ ക്ഷാമബത്ത സംബന്ധിച്ച് പ്രചരിക്കുന്ന വാർത്തകൾ തെറ്റിദ്ധാരണാജനകമാണെന്നും ആനുകൂല്യങ്ങൾ നൽകുന്ന കാര്യത്തിൽ സർക്കാരിന് കൃത്യമായ തന്നെ നിലപാടുണ്ടെന്നുമാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞത്. DA കുടിശ്ശിക ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ നൽകാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും ഇക്കാര്യത്തിൽ ജീവനക്കാരും പെൻഷൻകാരും യാതൊരുവിധ ആശങ്കയും വെച്ചു പുലർത്തേണ്ടതില്ലെന്നാണ് മന്ത്രി പറയുന്നത്. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.